മാലിനി പോകുന്നതിന് മുമ്പ് ദേവുവിനെ തിരിഞ്ഞു നോക്കി. നന്ദനോട് എന്തോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. കൂടെ നന്ദന്റെ കൂട്ടുകാരുമുണ്ട്. വാ കൈകൊണ്ട് പൊതിഞ്ഞ് ഉറക്കെ ചിരിക്കുന്നവളെ നന്ദനും കണ്ണിമയ്ക്കാതെ നോക്കുന്ന കണ്ട് ആ അമ്മ മനം നിറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് ദേവ് പോവാൻ തിടുക്കം കൂട്ടി. നന്ദന്റെ നിർബന്ധപ്രകാരം പിന്നെയും കുറച്ചു നേരം കൂടി നിന്നു. രാത്രി 9 മണിയുടെ അടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുമിയും വനജയും കുറച്ച് ഫുഡൊക്കെ കൊടുത്തുവിട്ടു. ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് ദേവ് പകുതിയും വേണ്ടെന്ന് പറഞ്ഞു. രണ്ടാളും ഓട്ടോയിൽ കയറി. വനജയോടും സുമയോടും യാത്ര പറഞ്ഞു. സ്റ്റേജിൽ എപ്പോഴും ഫോട്ടോ എടുക്കുന്നത് തകൃതിയായി നടക്കുന്നുണ്ട്. എന്തിനാ ഇത്രയൊക്കെ? നമ്മൾ രണ്ടാളും തന്നെയല്ലേ ഉള്ളൂ, ദേവ് പറഞ്ഞു. സാരമില്ല. നന്ദൻ പുറത്തേക്ക് നോക്കി ഇരുന്നു. ഓട്ടോ ഇറങ്ങി പൈസ കൊടുത്ത് അവൻ ദേവുവിനെ നോക്കി. കയ്യിൽ 2 കവറുകൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഫോണിൽ ടോർച്ച് ഓൺ ചെയ്ത് അവനും ഒരു കവർ എടുത്തു. ഉള്ളിൽ ചെന്നതും നന്ദൻ മുറിയിലെ ബെഡിലേക്ക് കിടന്നു. ദേവു അവനെ നോക്കിയിട്ട് കവറെടുത്ത് അടുക്കളയിലേക്ക് വെച്ചു. നാളെ എന്തായാലും നാശമാകും. ഫ്രിഡ്ജ് പോലും ഇല്ലാത്തതാണ്. എല്ലാം അടുക്കി പെറുക്കി വെച്ചു. വല്ലാത്ത തലവേദന തോന്നുന്നു. ചായക്ക് വെള്ളം വെച്ചു. ഡ്രസ്സ് മാറി വന്നപ്പോഴാണ് നന്ദൻ മുറിയിൽ നിന്ന് ഇറങ്ങിയത്. ദേവു, കട്ടൻ കിട്ടൂ, നല്ല തലവേദന. അവൻ നെറ്റിയിൽ കൈവച്ചു. വച്ചിട്ടുണ്ട്. ദേവു മുറിയിലേക്ക് ചെന്നു. ഡോർ ചാരി അഴിച്ചിട്ട ചുരിദാർ എടുത്തു കുടഞ്ഞു. നന്ദൻ അത്ര സമയം ഡൈനിങ് ടേബിളിലെ ചെയറിലേക്ക് ഇരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. നന്ദൻ്റെയും ദേവുവിൻ്റെയും ഒരുമിച്ചുള്ള ഫോട്ടോസ് കാണുമ്പോൾ അവൻ ചിരിച്ചു. ഇതാ നന്ദേട്ട. ചായ ടേബിളിലേക്ക് വെച്ചപ്പോൾ നന്ദൻ ഞെട്ടലോടെ ഫോൺ മാറ്റിപ്പിടിച്ച് ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി. ദേവു TV ഓൺ ചെയ്ത് ചെയർ വലിച്ചിരുന്നു. ചായ കുടിക്കുന്നുണ്ടെങ്കിലും ചാനൽ മാറ്റി മാറ്റി TVയിലേക്ക് തന്നെ ഉറ്റുനോക്കുകയാണ് ദേവു. നന്ദനാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. കുറച്ച് കുടിച്ചിട്ടുമുണ്ട്. നന്ദൻ എഴുന്നേറ്റ് അടുക്കളയിൽ പോയപ്പോൾ ദേവു തിരിഞ്ഞു നോക്കി. അവൻ അങ്ങനെ തന്നെ ബാത്റൂമിലേക്കും പോയി. അവൻ തിരിച്ചു വരുമ്പോഴേക്കും 2 ഗ്ലാസും കഴുകി വെച്ചു. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. TV ഓഫ് ചെയ്ത് മുറിയിലേക്ക് നടക്കുമ്പോൾ നന്ദൻ വന്നു. അവൻ അവളെ നോക്കാതെ മുറിയിലേക്ക് പോയി. ദേവു ചുണ്ട് പിളർത്തി. കുടിയൻ, ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞൂടെ? പിറുപിറുത്ത് ഡോർ ചാരി ബെഡിലേക്ക് വീണു. പുലർച്ചെ എപ്പോഴാണ് ദേവു ഉറക്കെയുള്ള ശബ്ദം കേട്ടത്. തോന്നലാണെന്ന് കരുതി കണ്ണടച്ചു തന്നെ ശ്രദ്ധിച്ചു. പിന്നെയും കേട്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. നന്ദൻ്റെ മുറിയിൽ നിന്നാണ്. വേഗം അങ്ങോട്ടേക്ക് ഓടി. നന്ദൻ കട്ടിൽ കിടന്ന് നിലത്തേക്ക് ഛർദ്ദിക്കുന്നുണ്ട്. അമ്മോ! നന്ദൻ തളർച്ചയോടെ നേരെ കിടന്നു. എന്താ നന്ദേട്ടാ? ദേവു അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും നന്ദൻ വീണ്ടും ഛർദ്ദിച്ചിരുന്നു. നന്ദേട്ടാ! ദേവു വേഗം ബെഡിലേക്കിരുന്നു. അവനെ പിടിച്ച് പുറത്തൊഴിഞ്ഞു. അപ്പോഴും നന്ദൻ ഛർദ്ദിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ പോവാ. നന്ദൻ അതിനിടയ്ക്കും തല വിലങ്ങിനെയാട്ടി. ഉച്ചയ്ക്ക് രാത്രിയിലും നന്ദൻ കഴിച്ചതൊക്കെ നിലത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് വല്ലാത്തൊരു ദുർഗന്ധവും വമിച്ചു. നന്ദന് അതുകൊണ്ട് ദേവുവിനെ പാവം തോന്നി. എന്നാൽ ദേവുവിന് അവൻ്റെ അവസ്ഥ കണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ദേവു നെഞ്ചും മുതുകും അമർത്തി ഒഴിഞ്ഞു കൊടുത്തു. നന്ദൻ ഒട്ടൊരു സമാധാനത്തോടെ നേരെ കിടന്നു. കുടല് കിടന്ന് മറിയുന്ന പോലെ. ദേവു വേഗം എഴുന്നേൽക്കാൻ നിന്നതും നന്ദൻ അവളുടെ കയ്യിൽ പിടിച്ചു. ദേവു തലചരിച്ച് നോക്കി. ഇവിടെ ഇരിക്കി. ആവശ്യത നിറഞ്ഞ സ്വരം. ദേവു അവൻ്റെ നെഞ്ചിലും പുറത്തും ഒഴിഞ്ഞുകൊണ്ട് അടുത്തു തന്നെയിരുന്നു. കണ്ണുകൾ മെല്ലെ അടഞ്ഞതും അവൾ വേഗം ചെന്ന് കുറച്ച് ഇഞ്ചി ചതച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവന്നു. നന്ദൻ അവശതയോടെ കണ്ണുകൾ തുറന്ന് കിടക്കുന്നുണ്ട്. ദാ ഇത് കുടിക്കി. ദേവു അവൻ്റെ വായിലേക്ക് മുട്ടിച്ചു. ആദ്യം കുടിച്ചപ്പോൾ തന്നെ നന്ദൻ മുഖം ചൊളിച്ചു. മുഴുവനും കുടുക്കി. ലേശം എരിവുണ്ടാവും. ദേവു പിന്നെയും ചുണ്ടിലേക്ക് മുട്ടിച്ചപ്പോൾ നന്ദൻ മുഴുവനും കുടിച്ചു. ഛർദ്ദിച്ച ഫുഡിൻ്റെ മണം അവനിൽ വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. വാ, അപ്പുറത്തെ മുറിയിൽ കിടക്കാം. വേണ്ട. വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടണമെന്നുണ്ടെങ്കിലും അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ കിടക്കണ്ട, വായോ. ദേവു നിർബന്ധത്തോടെ കൈ നീട്ടിപ്പിടിച്ചു. നന്ദനും എഴുന്നേൽക്കാൻ വയ്യെങ്കിലും ദേവുവിൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റു. ദേവുവിൻ്റെ കൈയെടുത്ത് തൻ്റെ തോളിലൂടെ ഇട്ട് അവൻ്റെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ച് മെല്ലെ നടന്നു. നന്ദൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. ദേവു അവളുടെ മുറിയിലെ ബെഡിലേക്ക് നന്ദനെ ഇരുത്തി. ആ ഷർട്ട് അഴിച്ചേക്ക് നന്ദേട്ട, ദേവു പറഞ്ഞു. നന്ദൻ സാവധാനം ഷർട്ട് അഴിച്ചു. ദേവുവിൻ്റെ കണ്ണുകൾ അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ഓടി നടന്നു. കുടവയറുമില്ല, 6 പാക്കുമില്ല. നെഞ്ചിൽ ചെറുതായുള്ള രോമങ്ങൾ. നന്ദൻ ഷർട്ട് നേരെ നീട്ടിയപ്പോൾ വേഗം നോട്ടം മാറ്റി. ഷർട്ട് വാങ്ങി തിരിഞ്ഞു നടന്നു. ഷർട്ട് കഴുകാനിട്ട് കുറച്ച് വെള്ളമെടുത്ത് ഒരു തോർത്തും നേരെ മുറിയിലേക്ക്. നന്ദൻ മെല്ലെ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി മലർന്നു കിടക്കുന്നുണ്ട്. ദേവ് വെള്ളം പകർത്തിയ പാത്രം നിലത്തേക്ക് വെച്ച് അതിൽ തോർത്ത് മുക്കി നന്ദൻ കണ്ണും വെച്ച് നോക്കുന്നുണ്ട്. ദേവ് തോർത്ത് മുക്കി ചെറുതായി പിഴിഞ്ഞ് നന്ദൻ്റെ മുഖത്തും കഴുത്തിലും തുടച്ചു. നന്ദൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെ ഓടി നടന്നു. അവൻ്റെ താടിയും ചുണ്ടും അമർത്തി തുടയ്ക്കുമ്പോൾ ദേവുവിൻ്റെ കണ്ണുകൾ ആ ചുണ്ടുകളിൽ തന്നെ ആയിരുന്നു.
ഇനി കിടന്നു. ദേവു എഴുന്നേറ്റു. നന്ദൻ മൂളിക്കൊണ്ട് കിടന്നു. ദേവു തോർത്ത് പിഴിഞ്ഞ് വിരിച്ചു. പിന്നെ ബക്കറ്റ് വെള്ളം നിറച്ച് അതിൽ ഫ്ലോർ ക്ലീനർ ഒഴിച്ച് മോപ്പും എടുത്ത് നന്ദൻ്റെ മുറിയിലേക്ക് നടന്നു. ഛർദ്ദിച്ചതെല്ലാം അങ്ങനെ കിടക്കുന്നുണ്ട്. ദേവ് വേഗം ഒരു തുണിയും കോരിയും എടുത്ത് ഛർദ്ദിച്ചതൊക്കെ കോരിയിലേക്ക് വാരിയെടുത്തു. അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ടാണ് തറ തുടച്ചത്. നല്ലോണം ഫ്ലോർ ക്ലീനർ ഒഴിച്ചുവിട്ട് മണം പോയെന്ന് ഉറപ്പാക്കി. ബെഡുവിരി എല്ലാം അലക്കായിട്ടു. മാറ്റി വിരിക്കാൻ ഇനി വിരിയൊന്നുമില്ല. ജനലൊക്കെ തുറന്നിട്ടു. എല്ലാം കഴിഞ്ഞ് ഹാളിലേക്ക് ചെയറിലേക്ക് തളർച്ചയോടെ ഇരുന്നു. സമയം 6 മെല്ലെ കഴുത്ത് ചരിച്ച് മുറിയിലേക്ക് നോക്കി. നന്ദൻ നന്നായി ഉറക്കം പിടിച്ചിട്ടുണ്ട്. നേരെ ഒരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് കാലും കയറ്റി വെച്ച് മെല്ലെ ചാരിക്കിടന്നു. കണ്ണുകൾ വേഗത്തിൽ അടഞ്ഞു പോകുന്നുണ്ട്. രാവിലെ കണ്ണുകൾ തുറക്കുമ്പോൾ നല്ലപോലെ വെളിച്ചം പരന്നിരുന്നു. ദേവു ഞെട്ടി എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കി. 8:30 കഴിഞ്ഞു. വേഗം തലപൊക്കി നോക്കിയത് നന്ദനെയാണ്. അവൻ ഉറക്കത്തിലാണെന്ന് കണ്ടതും ആശ്വാസത്തോടെ മെല്ലെ എഴുന്നേറ്റു. ഫോണെടുത്ത് നോക്കിയപ്പോൾ നീതുവിൻ്റെ കുറേ കോൾസ് വന്ന് കിടക്കുന്നുണ്ട്. അവൾക്ക് കോൾ ചെയ്ത് അടുക്കളയിലേക്ക് നടന്നു. ഇന്നെന്താടി ലീവ്? ഫോണെടുത്ത ഉടനെ അതാണ് ചോദിച്ചത്. നന്ദേട്ടന് വയ്യടി, ഛർദി. കൊടി കൂടിയിട്ടുണ്ടാവും. പോടി. ഡോക്ടറെ കാണിച്ചോ? ഇല്ല, ഇന്നുകൂടി നോക്കണം. കുറവില്ലെങ്കിൽ പോവണം. ശരിയെന്നാ. നോട്ട്സ് കൃത്യമായി എഴുതിയെടുക്ക്. ദേവ് ചിരിച്ചു. പോടി തെണ്ടി. നീതു ഫോണ് കട്ട് ചെയ്തു. ദേവ് ഒരു ഗ്ലാസ് കട്ടൻ വെച്ച് കുടിച്ചു കഴിഞ്ഞാണ് ബാക്കിയുള്ള പണികൾ നോക്കിയത്. കുക്കറിൽ കുറച്ച് കഞ്ഞി വെച്ചു. പച്ചക്കറികളൊന്നും വാങ്ങിയിട്ടില്ല. ഒന്നല്ലെങ്കിൽ കോളേജ് വിട്ട് വരുമ്പോൾ താൻ വാങ്ങും, അല്ലെങ്കിൽ പണി കഴിഞ്ഞ് വരുമ്പോൾ നന്ദേട്ടൻ വാങ്ങും. ആകെക്കൂടി ഉള്ളത് അടുക്കള ഭാഗത്ത് നിൽക്കുന്ന പപ്പായയാണ്. ഇനിയും വെച്ചാൽ അത് പഴുക്കും. വേഗം തോട്ടിയെടുത്ത് ഒരു വലുത് നോക്കി വലിച്ചിട്ടു. തോലി കളഞ്ഞ് അരിഞ്ഞു കഴുകി മഞ്ഞപ്പൊടി ഉപ്പിട്ട് അടുപ്പിൽ കയറ്റി. വെന്ത് വന്നപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ച് മുളക് പൊടി ചേർത്ത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് താളിച്ചു. കൂടെ കുറച്ച് ഇരുമ്പം പുളി അടുപ്പുള്ള കനലിലേക്ക് ഇട്ടു. അതൊന്ന് വെന്തപ്പോൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ വെന്ത പുളി ചതച്ച് അതിലേക്കിട്ടു. കുറച്ച് ഉപ്പും ചേർത്തു. അമ്മ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നല്ല രുചിയാണ്. മണം എടുക്കുമ്പോൾ തന്നെ കൊതി തോന്നുന്നു. പാത്രങ്ങളെല്ലാം കഴുകി തുണിയും തോട്ടിലിറങ്ങി കഴുകി വിരിച്ചു. ഒന്ന് കുളിച്ച് ഡ്രസ് മാറി വന്നപ്പോഴും നന്ദ ഉറക്കം തന്നെ. സമയം 10 കഴിഞ്ഞിട്ടുണ്ട്. നന്ദേട്ട തൊട്ട് വിളിച്ചപ്പോൾ ചെറിയ ചൂടുണ്ടായിരുന്നു. മെല്ലെ മൂളി തിരിഞ്ഞു കിടന്നു. നന്ദേട്ട എണീക്ക്, സമയം കുറേയായി, കഴിക്കണ്ടേ? നന്ദൻ മെല്ലെ കണ്ണുകൾ തുറന്നു. എല്ലാം ഛർദ്ദിച്ചു പോയതുകൊണ്ട് വയറ് കിടന്ന് ആളുന്നുണ്ട്. എഴുന്നേൽക്ക്, പല്ല് തേക്ക്. വല്ലതും കഴിക്ക്. നന്ദൻ മെല്ലെ എഴുന്നേറ്റു. ഒരുവിധം പല്ല് തേച്ച് ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും വയറ് കിടന്ന് കത്തുന്നുണ്ട്. ദേവു ഡൈനിങ് ടേബിളിൽ എല്ലാം എടുത്തു വെച്ചു. നന്ദൻ വന്നിരുന്നതും അവൾ കഞ്ഞി വിളമ്പി. കഞ്ഞി ഉപ്പേരിയും അവൻ ആർത്തിയോടെ കഴിക്കുന്ന നോക്കി ദേവു മെല്ലെ കഴിക്കാൻ തുടങ്ങി. നന്ദന് കഴിക്കും തോറും കൊതി കൂടി. ഇന്നലെ കഴിച്ച സദ്യയോ മാംസാഹാരങ്ങളോ ഒന്നും ഇതിനു മുന്നിൽ ഒന്നുമല്ലെന്ന് തോന്നിപ്പോയി. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ഒരു പാരസെറ്റാമോളും കൊടുത്തിട്ടാണ് ദേവ് വിട്ടത്. മുറിയിൽ പോയി കിടക്കുന്നതിന് മുമ്പ് നന്ദനെ ഒന്ന് തിരിഞ്ഞു നോക്കി. കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്ത് വയ്ക്കുവാണ് ദേവു. നന്ദൻ അവളുടെ അടുത്തേക്ക് നടന്നു. ഒരു കൈയിൽ ഉപ്പേരിയുടെ പാത്രവും മറുകൈയിൽ ചമ്മന്തിയുടെ പാത്രവും പിടിച്ച് ദേവ് തിരിഞ്ഞതും തൊട്ടു മുന്നിൽ നന്ദൻ. ദേവു ഞെട്ടിപ്പോയിരുന്നു. ദേവു എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ നന്ദൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു. ഒപ്പം അവൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകി കണ്ണീർ അവളുടെ കവിളിലേക്ക് പതിച്ചു. നിറഞ്ഞ കണ്ണ് മറയ്ക്കാൻ നന്ദൻ വേഗം തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു. ദേവു ശിലകണക്കെ നിന്നുപോയി. നന്ദൻ കിടന്നത് കണ്ടതും അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. പാത്രങ്ങൾ സ്ലാബിൽ വെച്ച് കവിളിൽ നനവിൽ തൊട്ടു. അവൻ്റെ കണ്ണീർ നെറ്റിയിൽ തൊട്ട് നോക്കിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ അമർന്ന തണുപ്പ് ഇപ്പോഴും അവിടെയുണ്ടെന്ന് തോന്നിപ്പോയി. വാപത്തി ചിരിച്ചുപോയി. സന്തോഷം അടക്കാൻ കഴിയുന്നില്ല. ആ സമയം കണ്ണ് നിറഞ്ഞിരുന്നു. അന്ന് ചേർത്ത് പിടിച്ചപ്പോൾ നന്ദേട്ടൻ നന്നായി മദ്യപിച്ചിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വിറയ്ക്കുന്ന ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ദേവു സ്ലാബിലേക്ക് ചാരി നിന്നു. നന്ദൻ കമിഴ്ന്ന് കിടന്നു ചിരിച്ചു. എന്തിനു ആ സമയം അങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞില്ല. പക്ഷേ തന്നെ ഈ അവസ്ഥയിലും അവൾ നോക്കിയല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിലുള്ള പ്രണയം നിയന്ത്രണം വിടുന്നത് ഒരു നിമിഷം അറിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് പോയി ഉമ്മ വെച്ചതും. അത് അവൾ എങ്ങനെ എടുക്കുമെന്ന് പോലും ഓർത്തില്ല. ബാക്കി പാത്രങ്ങൾ കഴുകി വെച്ച് ഒന്ന് കിടക്കാമെന്ന് കരുതി വന്നപ്പോഴാണ് ഡോറിൽ തട്ട് കേട്ടത്. ദേവു കൈകൾ ചുരിദാറിൽ തുടച്ചുപോയി ഡോർ തുറന്നു. മുന്നിൽ കണ്ണൻ കിളിച്ചോണ്ട് നിൽപ്പുണ്ട്. പെങ്ങളെ, നന്ദേട്ടനില്ലേ? ആ, അകത്തുണ്ട്, ദേവു പറഞ്ഞു. ഡോറിൻ്റെ അവിടെ നിന്ന് മാറി നിന്നു. വാ. കണ്ണൻ അകത്തേക്ക് കയറി. നന്ദേട്ട, കണ്ണൻ വിളിച്ചു. മുറിയിലാടാ, ഇങ്ങോട്ട് വാ. കണ്ണൻ വേഗം മുറിയിലേക്ക് ഓടി. നീ ഇന്ന് പോയില്ലേ? നന്ദൻ എഴുന്നേറ്റിരുന്നു. ഇല്ല,
നന്ദേട്ടൻ എന്താ പോവാഞ്ഞേ? കണ്ണൻ അവൻ്റെ അരികിലിരുന്നു. ഓ, ഒന്നും പറയണ്ട. ഇന്നലെയാകെ ഛർദ്ദിച്ചു മെനക്കേടായി. നന്ദൻ ദേവ് വരുന്നുണ്ട് എന്ന് എത്തി നോക്കി. ഛർദ്ദിച്ചു മെഴുകി. ഭാഗ്യത്തിന് ഒന്നും പറഞ്ഞില്ല. നന്ദേട്ടന് ഛർദ്ദിയായിരുന്നു. എനിക്ക് വയറിളക്കമായിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ ആ കിളവൻ തന്ന കള്ള് കുടിക്കണ്ടെന്ന്. കണ്ണന് ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്. എനിക്കറിയോടാ. എത്ര ആയാലും നമ്മുടെ ആശാനല്ലേ. സ്നേഹത്തോടെ തന്നപ്പോൾ കുടിച്ചു. നന്ദൻ പറഞ്ഞു. എൻ്റെ അമ്മ ഒടുക്കത്തെ പ്രാക്കായിരുന്നു. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല അമ്മ. ബാത്റൂമിലേക്ക് ചൂടുവെള്ളവും കട്ടൻ ചായയും കൊണ്ടുവന്ന് മടുത്തു. ഞാൻ രാവിലെ ഡോക്ടറെ കണ്ടിട്ടുള്ള വരവാണ്. അമ്മയൊക്കെ നല്ല ഉറക്കമാ. ഇനി വിളിച്ചാൽ ഒറ്റ വീട്ടിന് തീർക്കുമെന്ന് പറഞ്ഞു. കണ്ണൻ സീരിയസ് ആയി പറഞ്ഞതും നന്ദൻ ഉറക്കെ ചിരിച്ചു. ഓ, എൻ്റെ നന്ദേട്ട, ഇന്നലെ സ്വർഗവും നരകവും ഒരുമിച്ച് കണ്ടു. ഒന്ന് ആശ്വാസം പിടിച്ച് മുറിയിൽ പോകുമ്പോഴേക്കും വീണ്ടും തുടങ്ങും. ഭാഗ്യത്തിന് എനിക്ക് ഛർദി മാത്രമേ വന്നുള്ളൂ. നന്ദൻ ഇന്നലെ നടന്നതൊക്കെ ചുരുക്കി പറഞ്ഞു. ആ, അത് നന്നായി. വയറിളക്കം കൂടി വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എഴുന്നേറ്റ് പോടാ. ഞാനീ കിടക്കുന്ന പോരാ അല്ലേടാ. ദേവ് ചായ കൊണ്ട് വരുന്ന കണ്ടതും നന്ദൻ സൈലൻ്റായി ചാരിക്കിടന്നു. ചായ കുടിക്കി. ദേവു കണ്ണന് നേരെ നീട്ടി, പിന്നെ നന്ദന് നേരെയും. ഇതെന്താ ദേവു കയ്പ്? നന്ദൻ മുഖം ചുളിച്ചു. അത് ചുക്ക് കാപ്പിയ. നന്ദേട്ടന് പനിയല്ലേ? നെറ്റി ചുളിച്ച് ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ നന്ദൻ ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് കൊടുത്തു. കാണിച്ചിരിക്കുന്നുണ്ട്. കണ്ണനും ഗ്ലാസ് തിരികെ കൊടുത്തു. ദേവു പോയതും നന്ദൻ തലകുടിഞ്ഞു. ഓ, എന്തേരുകാടാ. നന്ദൻ വാ തുറന്നു. കൈകൊണ്ട് വീശി. കണ്ണൻ നേർമയോടെ ഒന്ന് ചിരിച്ചു. നന്ദേട്ടൻ്റെ ഭാഗ്യമാട്ടോ ദേവിക. നന്ദൻ പെട്ടെന്ന് സൈലൻ്റായി കണ്ണനെ നോക്കി. നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലാതിരുന്നിട്ടും കൂടി ദേവിക നന്ദേട്ടനെ എത്ര ശ്രദ്ധയോടെ നോക്കുന്നേ. അങ്ങനെ ഒരെണ്ണത്തിന് കിട്ടാനും ഭാഗ്യം വേണം. നന്ദൻ പുഞ്ചിരിയോടെ തലകുനിച്ചു. അന്ന് നന്ദേട്ടൻ ദേവികയെ കെട്ടിയില്ലെങ്കിൽ നന്ദേട്ടൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താവും? കണ്ണൻ കാര്യമായി പറഞ്ഞു. നന്ദൻ ജട്ടലോടെ അവനെ നോക്കി. ഛർദ്ദിച്ചും മെഴുകി ഇവിടെ തന്നെ കിടന്നേനെ അല്ലേ? അതാണ് മോനെ നേരം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കണ്ണൻ എഴുന്നേറ്റു. ഞാൻ എന്നാ ഇറങ്ങട്ടെ. ദിനേശിൻ്റെയും ആശാൻ്റെയും അവസ്ഥ എന്താണാവോ എന്തോ. കണ്ണനൊന്ന് നിശ്വസിച്ചു. അവൻ പോയതും നന്ദൻ ചെറുവിരലിലെ നഖം കടിച്ചു ചിന്തിയിലാണ്ടു. അന്ന് ദേവുവിനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇന്നെൻ്റെ അവസ്ഥ തീർത്തും ഒറ്റപ്പെട്ടു പോവും. ആരുമില്ലാതെ ഇവിടെ ഛർദ്ദിച്ചു കിടക്കും. ആ ചിന്തയിൽ പോലും അവൻ വീർത്തുപോയിരുന്നു. ആ, പനി കുറഞ്ഞല്ലോ. നന്ദൻ ഞെട്ടി. ദേവു നെറ്റിയിൽ നിന്ന് കൈയെടുത്തു. നല്ല പോലെ വീർത്തിട്ടുണ്ട്. അതാണ് ചുക്ക് കാപ്പിയുടെ ഗുണം, ദേവു പറഞ്ഞു. നന്ദൻ അവളെ തന്നെ ഉറ്റുനോക്കി. ആ നോട്ടത്തിൽ അവളൊന്ന് പതറി. അയാൾ വന്ന് വിളിച്ചാൽ ദേവു ഇവിടെ നിന്ന് പോവോ? നന്ദൻ ചോദിച്ചു. ആര്? ദേവു കണ്ണുമീച്ചു. ദേവു ഒന്ന് പറഞ്ഞില്ലേ, ദേവു ഭ്രാന്തമായി പ്രണയിച്ച ഒരാള്. ദേവു ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ച് ചിരിയടക്കാൻ ശ്രമിച്ചു. അയാൾക്കിന്ന് അയാളെ ജീവൻ തുല്യം സ്നേഹിക്കുന്ന ഭാര്യയുണ്ട്. പിന്നെ എന്തിന് അയാൾ എന്നെ തേടി വരണം? ദേവു നിസ്സാരമായി പറഞ്ഞിട്ട് എഴുന്നേറ്റു. പ്രതീക്ഷിച്ച മറുപടി കിട്ടാതെ നന്ദൻ്റെ മനസ്സ് വിങ്ങി. ആ, പിന്നെ അയാൾ ഭാര്യയെ സ്നേഹിക്കുന്നതിൽ കൂടുതൽ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. ദേവു ഡോറ് പിടിച്ചതെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. ഒരു നിമിഷം വേണ്ടി വന്നു അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാൻ. നന്ദൻ ഞെട്ടിക്കൊണ്ട് ചിരിച്ചു. പിന്നെയും ചിരിച്ചു. ഒരുപാട് സന്തോഷം കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നെഞ്ചു കിടന്ന് തുടി കൊട്ടുന്നുണ്ട്. ദേവുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ശരീരം ഇപ്പോഴും വിറയ്ക്കുന്നുണ്ട്. മുമ്പ് പറഞ്ഞത് ഇപ്പോഴും ഓർത്ത് ചിരിച്ചു. ഉച്ചക്കലെ ഭക്ഷണം കഴിക്കുമ്പോൾ 2:30 കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും പരസ്പരം മുഖത്ത് നോക്കാൻ മടിച്ചു. രണ്ടാളുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി മാത്രം. മിഴികൾ തമ്മിൽ ഇടയുമ്പോൾ പിടിച്ചിലൂടെ ദേവു നോട്ടം മാറ്റും. നന്ദൻ അതുകൊണ്ടൊന്ന് ചിരിക്കും. നന്ദൻ ഉച്ചമയക്കത്തിന് പോയപ്പോൾ ദേവു കടയിലേക്ക് ഒന്ന് പോയി. നാളെ കറി വയ്ക്കാൻ ഒന്നുമില്ല. ഇനി നേരം കിട്ടുകയുമില്ല. കടയിൽ പോയി വന്നിട്ടും നന്ദൻ ഉറക്കം തന്നെ. അവൻ ഉറങ്ങുന്ന കണ്ട് അവൾ 2 കുടം കൊണ്ട് വെള്ളമെടുത്തു വന്നു. നന്ദേട്ടൻ നാളെ പോകുന്നുണ്ടോ? രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് മുടി മുഴുവനും നെറിയിലേക്ക് കയറ്റി കെട്ടിവെച്ച് ദേവു നന്ദൻ്റെ മുറിയിലേക്ക് കടന്നു. ആ, പോകുന്നുണ്ട്. നാളെ കഴിഞ്ഞ് പോയാൽ പോരെ? ഏയ്, എനിക്ക് കുഴപ്പമില്ല. നന്ദൻ ബെഡിലേക്ക് ഇടുന്നു. ദേവു അവനെ ഒന്ന് നോക്കി മുറിയിലേക്ക് കയറി. ഈ മാസം 6000 കൊണ്ട് അടയ്ക്കണം സൊസൈറ്റിയിൽ. കയ്യിലെടുക്കാൻ വേറെ പൈസ ഒന്നുമില്ല. തീരെ വയ്യെങ്കിലും പണിക്ക് പോയേ തീരൂ. ആശാന് 2000 കൊടുക്കാനുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ നന്ദൻ ശരീരത്തിൻ്റെ ക്ഷീണം മറന്നിരുന്നു. ദേവു വേഗം കിടന്നു. ഉറക്കം വരുന്നില്ലെങ്കിലും കണ്ണുകൾ അടച്ചു. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതാണ്. അലാറം സെറ്റാക്കി തലയണിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ കണ്ണുകൾ വികസിച്ചു. നന്ദേട്ടൻ്റെ മണം. തലയണിലേക്ക് മുഖമമർത്തി അവൾ ആഞ്ഞു ശ്വസിച്ചു. രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. ആദ്യം പോയി നോക്കിയത് നന്ദേട്ടനെയാണ്. ചെറുതായി ചൂടുണ്ട്. കവിളിൽ നുള്ളിയെടുത്ത് ചുണ്ടോട് ചേർത്തു അവൾ.
പിന്നെ വേഗം അടുക്കളയിലേക്ക് ഓടി. നന്ദനെ 7:30 കഴിഞ്ഞാണ് വിളിച്ചത്. അവന് കുളിക്കാൻ പ്രത്യേകം ചൂടുവെള്ളം എടുത്തു വച്ചിരുന്നു. തല കഴുകണ്ട. ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ പിറകിലെ മുൻകരുതൽ കേട്ട് ചിരി വന്നു. വായിലെ ബ്രഷ് ഒന്നുകൂടെ പല്ലിലൊരിച്ച് അവൻ ബാത്റൂമിലേക്ക് കയറി. ആദ്യത്തെ കപ്പ് വെള്ളം ഒഴിച്ചതും ചിരി പ്രണയം നിറഞ്ഞ പുഞ്ചിരിക്ക് വഴിമാറിയിരുന്നു. ബാത്റൂമിലെ പൊട്ടിയ കണ്ണാടിയിൽ നോക്കി അവൻ ചിരിയോടെ താടി കഴുകി. കുളി കഴിഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോൾ അവൾ തലയിലേക്ക് ചൂഴ്ന്നു നോക്കി. തല കുളിച്ചില്ല. നനഞ്ഞു തോർത്ത് അവളുടെ തോളിലേക്ക് ഇട്ടുകൊടുത്തു. ദേവു ഒന്ന് മന്ദഹസിച്ചു. വളരെ മനോഹരമായി. ഡ്രസ്സ് മാറി വരുമ്പോൾ കഴിക്കാനുള്ളതും കഴിക്കാൻ കൊണ്ടുപോവേണ്ടതും ടേബിളിൽ നിന്നിരുന്നു. കുരുമുളക് രസമാണ്. ചുടുചോറ് കൂട്ടിക്കൊഴിച്ച് വേഗം കഴിച്ചു. അവളും ഒപ്പം ഒരുങ്ങിയിറങ്ങിയിരുന്നു. ദേവു ഡോർ പൂട്ടി ചെടിച്ചട്ടിയിൽ താക്കോൽ വെച്ചു. പോവാം, ദേവു പറഞ്ഞു. തലയാട്ടി അവളുടെ ഒപ്പം നടന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും നടക്കാൻ പോലും വയ്യ. പെയിന്റിംഗ് അടിക്കാൻ വലങ്കൈ എങ്ങനെ ഉയർത്തുമെന്നോർത്ത് ഒരു പിടിയുമില്ല. തോളിലുള്ള വേദന ഇപ്പോഴും പോയിട്ടില്ല. നന്ദൻ ഓരോ ചിന്തയോടെ മുന്നോട്ട് നടന്നു. പ്രണയത്തോടെ നോക്കുന്ന ദേവുവിൻ്റെ നോട്ടങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാതെ. വയ്യെങ്കിൽ വേഗം പോന്നോട്ടോ, എന്നെ വിളിച്ചാൽ മതി. മനസ്സിലൊരു തണുപ്പ് വീണ പോലെ അവളെ ഒന്ന് തലചരിച്ചു നോക്കി. ക്ഷീണം വന്ന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് എവിടെയോ വേദന തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേവു, മറുപടി പറയുമ്പോൾ ചെറിയൊരു തണുപ്പ് ശരീരത്തിൽ വ്യാപിക്കുന്ന പോലെ. നന്ദന് കുളിരുകോരി. വേഗം നടക്ക്, ബസ് പോവും. തൻ്റെ വയ്യായിക കാര്യമാക്കാതെ അവൻ കാലുകൾ നീട്ടിവെച്ച് നടന്നു.